ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നടപടികൾ വിശദീകരിക്കാൻ ഫെഫ്ക വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. ഇതിനുശേഷമാണ് അമ്മയിലെ പൊട്ടിത്തെറികൾക്കിടയിൽ നടന്ന നിർണായക നീക്കത്തിൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അമ്മയിലെ അംഗങ്ങൾ തൊഴിലാളി സംഘടന രൂപീകരിക്കാനും അത് ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്യാനുമായിരുന്നു ആലോചിച്ചത്. 20 താരങ്ങൾ ഇതിനായി മുന്നിട്ടിറങ്ങി. എന്നാൽ ഇതിനോട് ഫെഫ്കയ്ക്ക് പൂർണ്ണമായ യോജിപ്പുണ്ടായില്ല. ഇതോടെ അമ്മയിൽ നിന്ന് പുറത്തു വരാനുള്ള താരങ്ങളുടെ നീക്കം വഴിമുട്ടി. താരങ്ങളുമായി നടത്തിയ ചർച്ച ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ തന്നെ സ്ഥിരീകരിച്ചു. ഈ അടുത്ത കാലത്ത് അങ്ങനെ അവരൊരു കുറച്ച് പേര് ഒരുമിച്ചിരുന്ന് ആലോചിച്ചപ്പോൾ അവർ എന്നെ വിളിക്കുകയും എന്നെ വന്ന് കാണുകയും ചെയ്തു. അവർക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത് ഞാൻ 2008 മുതൽ ഇതിൽ പ്രവർത്തിക്കുന്ന ആളാണല്ലോ ട്രേഡ് യൂണിയൻ രംഗത്ത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രവർത്തനം മുമ്പോട്ട് പോകേണ്ടത്, അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടാക്കിയ കടുത്ത പ്രതിസന്ധിയിൽ അമ്മ ഭരണസമിതിയുടെ കൂട്ടരാജിയും താരസംഘടനയിൽ അഭിപ്രായ ഭിന്നതകളും പുറത്തുവന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കമെന്നതാണ് പ്രധാനം. എന്നാൽ തൊഴിലാളി സംഘടന കലാകാരന്മാർക്ക് ചേർന്നതല്ലെന്ന് നടൻ അനൂപ് ചന്ദ്രൻ തുറന്നടിച്ചു. അമ്മയെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ഇതിന് പിന്നിലെന്നും അനൂപ് ആരോപിച്ചു. അമ്മ അസോസിയേഷൻ അല്ലെങ്കിൽ അഭിനേതാക്കൾ ഒരിക്കലും ഒരു ട്രേഡ് യൂണിയനിൽ എങ്ങനെ വരാൻ സാധിക്കും? അതൊക്കെ വെറുതെ പിടിതര പറയുകയാണ്. അങ്ങനെ ഒരിക്കലും അതിന് സാധ്യതയില്ല. അതൊക്കെ ചില ആൾക്കാരുടെ ദിവാസ്വപ്നം മാത്രമാണ്. ഈ മഹത്തായ സംഘടനയെ പൊളിക്കാമെന്നൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ട്. അതൊന്നും ഒരിക്കലും സാധ്യമല്ല. അമ്മയ്ക്കുള്ളിൽ നിന്ന് തന്നെ താരങ്ങൾ ഒരു തൊഴിലാളി സംഘടന രൂപീകരിക്കണമെന്ന ആവശ്യം നേരത്തെയും ചിലർ ഉയർത്തിയിരുന്നതാണ്. എന്നാൽ ഇപ്പോഴത്തെ നീക്കങ്ങളോടും ഫെഫ്കയുമായി താരങ്ങൾ നടത്തിയ ചർച്ചകളെയും കുറിച്ച് മുതിർന്ന താരങ്ങൾ ആരും തന്നെ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.